കടുവ തുപ്രയിൽ വെച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. അല്പസമയം മുമ്പ് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കടുവ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. ഇതാ പിന്നാലെ തുപ്രയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ പിടികൂടിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുന്നത്. തുപ്രയിൽ വെച്ച് പിടിയിലായ തുപ്രയിലെ കൂട്ടിലകപ്പെട്ട കടുവയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കടുവ കൂട്ടിലായത്. വയനാട് പുൽപ്പള്ളിയെ 10 ദിവസത്തോളമായി ഭീതിയിലാഴ്ത്തിയ 5-6 ആടുകളെ കൊന്നുതിന്ന കടുവയാണ് ഇപ്പോൾ ഇതാ കൂട്ടിലായിരിക്കുന്നത്. എന്തായാലും പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് തീവ്ര ശ്രമം ഉണ്ടായിട്ടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കടുവയെ വനംവകുപ്പിന്റെ റഡാറിൽ വരെ ലഭിക്കാനായില്ല. ഇപ്പോഴിതാ ഈ വൈകിയ നേരത്ത് കടുവ കൂട്ടിലായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമരക്കുനിയുടെ ഉറക്കം കെടുത്തിയ കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു. 10-11 ദിവസമായി ഭീതിയിലാഴ്ത്തിയ, പുറത്തിറങ്ങാൻ പേടിപ്പെടുത്തിയ കടുവ ഒടുക്കം കൂട്ടിൽ. പ്രത്യേകിച്ച് മട്ടൻ കടുവ എന്നൊക്കെ പേരുകേട്ട നിരന്തരമായി ആടുകളെ വേട്ടയാടിയ കടുവ ഒടുക്കം നേരത്തെ ഈ വനം വകുപ്പിന്റെ സർവ്വസന്നാഹങ്ങളുമായി തെരഞ്ഞപ്പോൾ കൂട്ടിനടുത്തേക്കെത്തിയെങ്കിലും അത് വിജയകരമായി കൂട്ടിനകത്തേക്ക് കയറിയില്ല. പിന്നീട് കളം വിട്ട കടുവയെ വ്യാപകമായി തെരഞ്ഞു. ഈ തെരച്ചിലിനിടയിൽ വീണ്ടും ഒരു ആടിനെ കൊന്നു. അങ്ങനെ അത് വലിയ പ്രതിസന്ധിയായി, ഭീതിയായി, ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇങ്ങനെ കടുവ നീങ്ങുന്നതിനിടെ ഒടുക്കം ഇന്നീ രാത്രി വൈകി അമരക്കുനിക്ക് സ്വസ്ഥമായ സമാധാനത്തോടെ ഉറങ്ങാമെന്ന ആശ്വാസകരമായ വാർത്ത കൂടി വയനാട് പുൽപ്പള്ളി അമരക്കുനിൽ നിന്ന് വരികയാണ്. സുർജിത്താണ് നമ്മളൊപ്പം ചെയ്യുന്നത്. സുർജിത്ത്, ഈ സമീപകാലത്ത് ഇത്രയും സന്നാഹങ്ങളുമായി വനം വകുപ്പ് കടുവയ്ക്ക് വേണ്ടി ഇറങ്ങിയത് ഇതായിരിക്കുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ മനുഷ്യജീവനുകളൊന്നും എടുത്തില്ലെങ്കിലും തുടർച്ചയായി ആടുകളെ കൊല്ലുന്നു, ഇവരുടെ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുന്നു. സ്വാഭാവികമായും ആ ജനങ്ങൾ അത് വല്ലാത്തൊരു ആശങ്കയിലായിരിക്കും. എപ്പോൾ വേണമെങ്കിലും കടുവയുടെ മുമ്പിൽപ്പെട്ട് ഇല്ലാതായേക്കുമെന്ന പേടി കൊണ്ട് ജീവിക്കുന്ന ഓരോ നാളുകൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും ഭീതി അതിനപ്പുറത്തേക്കാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ഏകദേശം എപ്പോഴാണ് ഈ കടുവ കൂട്ടിലായിരിക്കുന്നത്? സുജി നേരത്തെ പറഞ്ഞതുപോലെ ഈ ആടിനെ വേട്ടയാടെങ്കിലും ഒന്നും പൂർണ്ണമായി ഭക്ഷിക്കാൻ ഇതിനായിട്ടില്ല. നേരത്തെ ഒരു യാത്രക്കാരൻ പാസ്റ്ററാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം പകർത്തിയ ദൃശ്യങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് സംസാരിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. ഈ കടുവ അങ്ങേയറ്റം ശോഷിച്ച നിലയിലാണ്, പട്ടിണി കിടക്കുന്ന ഒരു സ്ഥിതിയിലാണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ ഇതിന്റെ രൂപം? അങ്ങേയറ്റം ആരോഗ്യപരമായി ക്ഷീണിതനായിട്ടാണോ കടുവ ഇപ്പോൾ കൂട്ടിലുള്ളത്? തീർച്ചയായും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തന്നെയാണിത് ഈ ചെറിയ മൃഗങ്ങളെ വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആടിനെ വേട്ടയാടുന്നത്. ആടിനെ തുടർച്ചയായി വേട്ടയാടിയത് ആടിനെയാണ്. അതായത് 5 ആടുകളെയാണ് ഈ കടുവ ഇതിനകം തന്നെ കൊന്നിട്ടുള്ളത്. അതിൽ 2 ആടുകളെ ഭാഗികമായി ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 7-ാം തീയതിയാണ് ആദ്യത്തെ ആടിനെ ആക്രമിക്കുന്നത്. അത് നാരകത്തറയിൽ പാപ്പച്ചൻ എന്ന അമരക്കുനി സ്വദേശിയുടെ ആടിനെയാണ് ആക്രമിച്ചത്. ഇതിനുശേഷം 9-ാം തീയതി വീണ്ടും ഒരു ആടിനെ ആക്രമിച്ചു. അത് രതികുമാർ എന്ന് വിളിക്കുന്ന പറോട്ടിക്കവല സ്വദേശി, പള്ളിയോട് ചേർന്നുള്ള രതികുമാറിന്റെ ആടിനെ ആക്രമിച്ചു. പിന്നീട് കുറച്ചു ദിവസം ഇതിന്റെ വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 13-ാം തീയതിയാണ് അടുത്ത ആക്രമണം ഉണ്ടായത്. അത് കേശവൻ എന്ന് വിളിക്കുന്ന ദേവർഗദ്ദ സ്വദേശിയുടെ ആടിനെ ആക്രമിച്ചു. ദേവർഗദ്ദ സ്വദേശിയുടെ ആക്രമിച്ചതിന് ശേഷം അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അതിനെ തിന്നാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതായത് ഈ ആടിനെ പിടികൂടി ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിനെ പിടികൂടാനുള്ള നടപടികളിലേക്ക് എത്തിയതോടുകൂടി അത് വലിയുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇതിനുശേഷം 14-ാം തീയതി 2 ആടുകളെ ആക്രമിക്കുന്നു. 14-ാം തീയതി ആക്രമിച്ചത് ആദ്യം ഒരു ബിജു എന്ന് വിളിക്കുന്ന ഊട്ടിക്കവല സ്വദേശിയുടെ ആടിനെയാണ് ആക്രമിച്ചത്. അതിനുശേഷം പിന്നീട് ഒരു ആടിനെ കൂടി അന്ന് വൈകിട്ട് ആക്രമിക്കുകയായിരുന്നു. അത് ചന്ദ്രൻ എന്ന് വിളിക്കുന്ന തൂപ്ര സ്വദേശിയുടെ ആടിനെയാണ് ആക്രമിച്ചത്. അങ്ങനെ മൊത്തം 4 കൂടുകൾ ഈ പരിസരത്തായി വെച്ചു. ഇതിനുശേഷം ഒരു കൂട് കൂടി സ്ഥാപിച്ചു. ഇതിൽ കേശവന്റെ വീടിന് സമീപത്തുള്ള ആ മേഖലയിലാണ്, അവിടെ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നത്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അമർഷം പോയിരുന്നു. ഇതിന്റെ നടപടി വൈകുന്നു, മയക്കുവെടി വെച്ച് കൊല്ലണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ പശ്ചാത്തലത്തിൽ വലിയ അമർഷവും പ്രതിഷേധവും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വലിയ ആശ്വാസ വാർത്ത. വനംവകുപ്പിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം, നാട്ടുകാരെ സംബന്ധിച്ച്, ഒപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി, മറ്റ് സംവിധാനങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അവർക്കെല്ലാം വലിയ ആശ്വാസം കിട്ടുന്ന ഒരു നടപടിയാണിത്. നാട്ടുകാർക്കും വലിയ രീതിയിലുള്ള ആശ്വാസം കിട്ടുന്ന നടപടിയാണ്. ഏതാനും ദിവസങ്ങളായി ഉറക്കമെടുത്ത് ആളുകൾ കാത്തിരിക്കുകയായിരുന്നു കടുവ കൂട്ടിലാവുന്നതും അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെക്കുന്നതും കാത്തു. പക്ഷെ മയക്കുവെടിയുടെ ആവശ്യമില്ല, കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്.
ഇങ്ങനെ കഴിഞ്ഞ 10-ാം നാളിലാണിത് കുടുങ്ങിയത്. 10 നാളായിരിക്കുന്നു. ആ 10 നാളുകൾക്കിടയിലാണ് ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നത്. കാരണം ആദ്യത്തെ ആടിനെ 7-ാം തീയതിയാണ് ഇത് ആദ്യമായി ഇത് ഈ കടുവ പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയും ഭീതിയും എല്ലാം തന്നെ നേരിടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കടുവ കൂട്ടിലായിരിക്കുന്നത്. വൻ സന്നാഹങ്ങൾ വനം വകുപ്പ് ഈ കടുവയെ പിടികൂടാൻ വേണ്ടി ഒരുക്കിയിരുന്നു. ഡോക്ടർ അരുൺ സക്കറിയ നേരിട്ട് എത്തുന്നു, സ്ഥലത്തെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നു. അതിനുശേഷം നേരെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു. ഇതിനിടയിൽ 2 കുങ്കിയാനകൾ, വടക്കനാടൻ കൊമ്പൻ എന്ന വിക്രമവും ഒപ്പം തന്നെ കോന്നി സുരേന്ദ്രൻ 2 കുങ്കിയാനകളെ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങിൽ നിന്ന് അവിടേക്ക് എത്തിക്കുന്നു. അതിനെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് തെരച്ചിൽ നടത്താനുള്ള നീക്കം നടത്തുന്നു. മാത്രമല്ല വെറ്റിനറി സംഘം ഡോക്ടർ രാജേഷ് മോഹൻദാസും അരുൺ സക്കറിയും ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. ബയോളജിസ്റ്റുകൾ ക്യാമ്പ് ചെയ്യുന്നു. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾക്കിടയിൽ ആണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വളരെ വലിയ മോശമായ രീതിയിലൊക്കെ പ്രതികരണങ്ങളും പല കോണിൽ നിന്ന് ഉയരുന്ന സാഹചര്യം. പക്ഷെ അപ്പോഴും പിന്തുണയ്ക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പ്രദേശവാസികൾ തന്നെ അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം നിലനിന്നുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും കൂട്ടിലാക്കണമെന്നുള്ള അത്തരത്തിലുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ പോലും നമ്മൾ അവിടെ എത്തുമ്പോൾ DFO അജിത് ഖേരാനും ഒപ്പം തന്നെ റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവനും അതോടൊപ്പം ഈ ഡോക്ടർ രാജേഷ് മോഹൻദാസും ഉൾപ്പെടെയുള്ളവർ, ഇവിടുത്തെ ബയോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ അവരെല്ലാവരും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട്, വനംവകുപ്പ് RRT സംഘവും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തീ കായുന്ന ഒരു ദൃശ്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. കാരണം അത്രമാത്രം അവർ അതിനുവേണ്ടി ഇടപെടൽ നടത്തിയിരുന്നു. ആ മേഖലയിൽ റോന്തു കിട്ടാനും ഒപ്പം തന്നെ കടുവയെ കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും അതെല്ലാം തന്നെ നടന്നിരുന്നു. പക്ഷേ കടുവ പലപ്പോഴും വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ആ മേഖല എന്ന് പറയുന്നത് കാപ്പിത്തോട്ടം ഉള്ള മേഖലയാണ്. സ്വാഭാവികമായും അത് ദൗത്യത്തെ പല ഘട്ടങ്ങളിലും ബാധിച്ചിരുന്നു. കടുവ ഈ പകൽ സമയത്ത് ഇത്തരം കാപ്പി തോട്ടത്തിനകത്തേക്കും അതോടൊപ്പം തന്നെ പൊന്തക്കാട്ടിലേക്കും മറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഡ്രോൺ നിരീക്ഷണത്തിലടക്കം പെടാത്ത ഒരവസ്ഥ. അത്ര വലിയ ഗുരുതരമായ പ്രതിസന്ധി വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ആശ്വാസം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ളത്. ആ നാട്ടുകാർക്കും ആശ്വാസമുണ്ട്. ആ നാട്ടുകാർ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അവരുമായി സംസാരിക്കുമ്പോൾ വലിയ ആശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. 10-11 ദിവസം പുറത്തിറങ്ങാൻ പേടിക്കുന്ന, ഏത് സമയം വേണമെങ്കിലും ഏതെങ്കിലും ഇരുട്ടിൽ നിന്ന് കടുവ ചാടി ജീവൻ അപായപ്പെട്ടേക്കാമെന്ന ഭയാശങ്കയിൽ ജീവിക്കുന്ന ജനത അതവർ പ്രതിഷേധിക്കാനുള്ള സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രതിഷേധങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ വനം വകുപ്പ് അവരുടെ ജോലി വളരെ വൃത്തിയായി ചെയ്തിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും. കാരണം എന്തൊക്കെ സന്നാഹങ്ങൾ ഒരു കടുവയെ പിടിക്കാൻ അല്ലെങ്കിൽ കടുവയെ കൂട്ടിലാക്കാൻ കൊണ്ടുവരാനാകുമ്പോൾ അത്തരത്തിൽ എല്ലാ സന്നാഹങ്ങളും ഫുൾ ഫ്ലെഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചുകൊണ്ട് ഈ തെർമൽ സ്കാനർ എത്തിക്കുന്നു, ക്യാമറകൾ സ്ഥാപിക്കുന്നു, അതിനപ്പുറത്തേക്ക് കുങ്കിയാനകളെ വെച്ച് ഇതിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു വനം വകുപ്പ് ഒരു സംവിധാനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ എല്ലാ അങ്ങേയറ്റവും പരമാവധി ശ്രമിച്ചുകൊണ്ട് ഒടുക്കം കടുവ കൂട്ടിലായിരിക്കുന്ന ആശ്വാസകരമായ വാർത്ത. ഈ കടുവയെ പ്രേക്ഷക ദൃശ്യങ്ങൾ കാണുന്ന പോലെ ക്ഷീണിതനാണ് കടുവ. കഴിഞ്ഞ 10-11 ദിവസമായ അലച്ചിലാണ്. ഈ ആടുകളെ വേട്ടയാടി എന്ന് പറയുമ്പോഴും അതിനെ പൂർണ്ണമായി ഭക്ഷിക്കാനായിട്ടില്ല. ആടുകൾ ഒതുങ്ങിയതും ഇതിൻ്റെ ഈ ഒരു ഹെൽത്തിൽ ഇൻകാപ്പബിലിറ്റി കൊണ്ടായിരിക്കാം, അതിൻ്റെ ഹെൽത്ത് ക്ഷയിച്ചത് കൊണ്ടായിരിക്കാം മറ്റ് ജീവഹാനികൾ സംഭവിക്കാത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.